എന്താണ് നിങ്ങൾ വേർപിരിഞ്ഞോ? ഇല്ല, ഞങ്ങൾ ഇതുവരെ ഡൈവോഴ്സ് ആയിട്ടില്ല. ലീഗലി ഡിവോഴ്സ് ആയിട്ടില്ല. ഇല്ല. എന്തിനാ ചേട്ടാ ചിരിക്കുന്നേ? ഡിവേഴ്സ് ആയോന്ന് ചോദിക്കുമ്പോ താനെന്തിനാണോ ഇരുന്നു? സിനിമ സീരിയൽ താരം മഞ്ജു പത്രോസ് എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമുള്ള ഒരു അഭിനേത്രിയാണ് മഞ്ജു പത്രോസ്. നിങ്ങളിൽ എത്ര പേർക്ക് ചേച്ചിയുടെ അഭിനയം ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. കോമഡിയൊക്കെ നല്ല ഗംഭീരമായിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ആ വ്യക്തിയുടെ ഫാമിലി ലൈഫ് അത്ര രസമുള്ളതല്ല. അത്യാവശ്യം ഒരു ട്രാജിക് ലൈഫ് അനുഭവിച്ച ഒരു വ്യക്തിയാണ് മഞ്ജു പത്രോസ് ചേച്ചി. ഏകദേശം ഒരു 3 കൊല്ലങ്ങൾക്ക് മുമ്പ് ശ്രീകണ്ഠൻ നായരുടെ ഒരു ഷോ ഉണ്ടായിരുന്നു, ഒരു റിയാലിറ്റി ഷോ. അതിൽ വന്നിട്ട് ചേച്ചി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം പല ഇൻ്റർവ്യൂകളിലും അവരുടെ പേഴ്സണൽ ലൈഫിനെ പറ്റി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചേച്ചി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് അവരുടെ ഭർത്താവ് എന്ന് പറയുന്ന ഒരു സുന്ദര കില്ലാടിയായിട്ടുള്ള ഒരു മകൻ വന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്ന കേട്ടപ്പോൾ ലിറ്ററലി ഈ ഒരു വിഷയം ഒന്ന് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. ഞാൻ ഒരാളുടെയും പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു കയറി ചെന്ന് അവരുടെ കുടുംബത്തെ എടുത്ത് കീറി മുറിക്കാൻ ശ്രമിക്കുകയല്ല ഇവിടെ. തുടക്കത്തിലേ അതൊന്ന് പറഞ്ഞേക്കാം. മഞ്ജു ചേച്ചി തന്നെ നമുക്കായിട്ട് നമ്മളോട് പല കാര്യങ്ങളും അവരുടെ പേഴ്സണൽ ലൈഫിലെ പറഞ്ഞപ്പോൾ അതിവിടുത്തെ മിക്ക ഇൻ്റർവ്യൂവർമാരൊക്കെ ചോദിച്ചുകൊണ്ടാണ് അവർ പറഞ്ഞത്. അങ്ങനെ നമ്മളിലേക്ക് എത്തിയ കുറച്ച് കാര്യങ്ങൾ, നമ്മൾ കേട്ട കുറച്ച് കാര്യങ്ങൾ, അതിനെയൊക്കെ എതിർത്തുകൊണ്ട്, അല്ലെങ്കിൽ അതൊക്കെ ഒന്നുമല്ല ഞാൻ സൂപ്പർ സ്റ്റാർ എന്നുള്ളൊരു മൂഡിൽ അവരുടെ കഥയിലെ വില്ലൻ, അതായത് അവരുടെ ഭർത്താവ് വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് സംസാരിച്ചല്ലേ പറ്റൂ. അതുകൊണ്ട് മാത്രം കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ടേ. പ്രിയപ്പെട്ടവരെ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായം വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം കമൻറ്റ് ബോക്സ് ഉണ്ട്, രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിലും ക്ലിക്ക് ചെയ്യണം. ഒരു കാരണവശാലും മടിച്ചേക്കല്ലേ, ക്ലിക്ക് ചെയ്യണേ കേട്ടോ. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞതുപോലെ 3 വർഷങ്ങൾക്ക് മുമ്പ് ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് അവിടുന്ന് തുടങ്ങാം. എങ്ങനെയൊക്കെ ഇനി ഉറങ്ങിയിട്ടില്ല എന്ന് പറയാം. അത്രയ്ക്ക് കടവും നമ്മളല്ലേ വീട്ടിൽ പെണ്ണുങ്ങളല്ലേ ഇരിക്കാം. എനിക്ക് ഇപ്പോഴാണ് കോളിംഗ് ബെല്ല് വെക്കുമ്പോൾ ഞാനിങ്ങനെ ഞെട്ടും. എനിക്ക് ആ വീട്ടിലെ കോളിംഗ് ബെല്ല് ഭയങ്കര വെച്ചായിരുന്നു. ബാക്കി കേൾപ്പിക്കാം. 3 വർഷം മുമ്പ് ചേച്ചി പറഞ്ഞു വെച്ചൊരു കാര്യമാണ്. അതായത് ചേച്ചിയുടെ വീട്ടിൽ താമസിക്കുമ്പോൾ കോളിംഗ് ബെല്ല് സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ചേച്ചിക്ക് പേടിയാണ്, ഞെട്ടി വരച്ച എണീക്കുന്നത്. എന്തുകൊണ്ടാന്നല്ലേ, ചേച്ചിയെ ഒരു കല്യാണം കഴിപ്പിച്ചു. ഓക്കെ, കെട്ടിയത് വെറും സുന്ദരനായ ഒരു മോനായിരുന്നു. ഓക്കെ, കെട്ടി അന്ന് രാത്രി തന്നെ ചേച്ചിയുടെ വീട്ടുകാർ കൊടുത്തയച്ച ഒരു 10-22 പവൻ സ്വർണം അവൻ എടുത്തുകൊണ്ട് പോയി പണയം വെക്കാൻ. എന്തിനാ? അവൻ്റെ ഭാഗത്ത് നിന്ന് അവൻ എഫേർട്ട് എടുത്ത് ഒരു കല്യാണം നടത്തുന്നതിന് പകരം എല്ലാം കടത്തിൻ്റെ പുറത്ത്, എല്ലാം കടം, പന്തലിട്ടത് ഉൾപ്പെടെ കടം. രാത്രിയാകുമ്പോൾ എല്ലാം സെറ്റിൽ ചെയ്യാന്ന്. എങ്ങനെ? വന്ന് കയറുന്നവളുണ്ടല്ലോ, അവളുടെ ഉണ്ടല്ലോ സ്വർണവും പണമൊക്കെ, അതൊക്കെ എടുത്ത് ഞാൻ സെറ്റിൽ ചെയ്യാന്ന്. ഇങ്ങനെ കല്യാണം കഴിക്കാൻ നിൽക്കുന്ന ചേട്ടന്മാരോടാ കല്യാണം കഴിക്കാതിരിക്കുക. മനസ്സിലായില്ലേ? കല്യാണം കഴിക്കാതിരിക്കുക. വന്നു കയറുന്ന ആളുടെ കയ്യിലിരിക്കുന്ന പണം കണ്ടുകൊണ്ട് കല്യാണം കഴിക്കണമെന്ന് ഞാൻ ഒരിക്കലും ആരോടും പറയില്ല. നമുക്ക് നമ്മുടെ കയ്യിലായിട്ട് എന്തെങ്കിലും വേണ്ടേ? വന്നു കയറുന്ന ആളുടെ കയ്യിൽ ഉണ്ടായിക്കോട്ടെ. നമുക്ക് നാളെ ഒരു ഇടിച്ചിൽ വന്നാൽ ലൈഫിൽ അയാളായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മളൊരിക്കലും അങ്ങോട്ടേക്ക് ഇങ്ങനെ പോകരുത്. അതാണ് ശരിക്കൊരു കുടുംബജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാനമെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം. അങ്ങോട്ടേക്കായിട്ട് യാചിച്ചുകൊണ്ട് പോകരുത്, അറിഞ്ഞ് ഇങ്ങോട്ട് തരണം. ഇവിടെ മഞ്ജുജിയുടെ കേസിൽ വീട്ടുകാർ ഒരു 10-22 പവനും കൊടുത്ത് കെട്ടിച്ചു വിട്ടു. ആ വീട്ടിലോട്ട് കയറ്റിയവനുണ്ടല്ലോ, അവൻ ഇത് പ്രതീക്ഷിച്ച് മാത്രമാണ് നിന്നത്, അല്ലെങ്കിൽ ഇത് പ്രതീക്ഷിച്ച് മാത്രമാണ് ആ ചേച്ചി കല്യാണം കഴിച്ചത്. കല്യാണം കഴിച്ച അന്ന് രാത്രി തന്നെ ആ സ്വർണം മൊത്തം എടുത്ത് അത് മൊത്തം അവിടെ എവിടെയൊക്കെ ആയിട്ട് കൊണ്ട് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് രാത്രി തന്നെ പണയവും വെച്ച് ആ പൈസ എല്ലാം എടുത്ത് പന്തലിട്ടതും അവിടെ ചിലവാക്കി എല്ലാത്തിനും അവൻ ആ പൈസയാണ് കൊടുത്തത്. ഇവനെ പോലുള്ളവനൊക്കെ എന്തിനാ കെട്ടുന്നത്? അറ്റ്ലീസ്റ്റ് ചെറിയ രീതി കെട്ടിയാൽ മതി. പക്ഷെ അപ്പം നടക്കുന്ന നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ എഫേർട്ട് ഇട്ട് ചെയ്യുന്ന കാര്യത്തിന് കൊടുക്കാനെങ്കിലും പൈസ നമ്മുടെ കയ്യിൽ വേണം. അല്ലെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കാതിരിക്കുക.
അല്ലെങ്കിൽ ആ കല്യാണം കഴിഞ്ഞ് മുന്നോട്ട് ചിലപ്പം നല്ല രീതിയിൽ അങ്ങോട്ട് ഹെവി ആയിട്ട് ജീവിക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല. കഷ്ടപ്പാടായിരിക്കും. കഷ്ടപ്പെട്ടാലും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കി വേണം ജീവിക്കാൻ. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആൾ ചെയ്യട്ടെ. ഇവിടെ മറ്റേ പിടിച്ചു മേടിക്കല. ആ ചേച്ചിയുടെ സ്വർണം മൊത്തവും കൊണ്ടുപോയി. എന്നിട്ട് സമാധാനം ഉണ്ടായിരുന്നോ? അതുകൊണ്ടും അവൻ്റെ കടമൊന്നും തീർന്നില്ല. കല്യാണത്തിൻ്റെ ചിലവൊക്കെ അവൻ ആ സ്വർണത്തെ തീർത്തു. പക്ഷെ അത് കൂടാതെ അവൻ ഇങ്ങനെ കടം മേടിച്ച് കൂട്ടുമായിരുന്നു. എന്നിട്ട് കടക്കാർ വരുമ്പോൾ അവൻ ആ വീട്ടിൽ നിൽക്കുവോ? ഇല്ല, അവൻ ഓടിക്കളയും. ലാസ്റ്റ് സമാധാനം പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ചേച്ചി. എന്തോ ഭാഗ്യത്തിന് അവർക്ക് സിനിമയിലും സീരിയലിലും ഒക്കെ ചാൻസ് കിട്ടി, അതിൽ അഭിനയിച്ച് കടങ്ങളൊക്കെ ആ പാവം സ്ത്രീ വീട്ടി. ഈ ഗ്യാപ്പിൽ ഈ സുന്ദരനായ ചേച്ചിയെ കെട്ടിയ ആ മോൻ നാട് വിട്ടു. എങ്ങോട്ട്? ദുബായിൽ ജോലി എന്നുമല്ല, അവൻ സ്വന്തമായിട്ട് നമ്മുടെ ഈ വെള്ളപ്പൊക്കം 2016 ടൈമിൽ അവൻ എന്തോ ഒരു ഈ ഓർക്കസ്ട്ര ഒക്കെ വായിക്കുന്നൊരു ടീമാണ്. അവൻ സ്വന്തമായിട്ട് എന്തോ തുടങ്ങി. അപ്പോഴത്തേക്ക് മറ്റേ വെള്ളപ്പൊക്കം വന്നപ്പോൾ അവൻ ഇവിടുന്ന് എല്ലാം കൂടെ കെട്ടിയെടുത്ത് അങ്ങ് ദുബായിക്ക് പോയി. പിന്നെ ഒരു 6-7 കൊല്ലം അവിടെ പണിയെടുത്തു. അത് കഴിഞ്ഞ് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് വന്ന് ഇറങ്ങിയപ്പോഴാണ് അവൻ ഇന്റർവ്യൂ കൊടുത്ത് കഥകളൊക്കെ പറയുന്നത്. എന്നാൽ അവൻ്റെ കടത്തെ പറ്റിയോ? അയ്യോ, അവൻ്റെ കടം സ്വന്തം ഭാര്യയാണ് വീട്ടിയത്. അതിനെപ്പറ്റി അവനൊന്നും പറയാനില്ല. അല്ല, അതിലേക്കൊക്കെ പോവാം. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങളും ചേച്ചി പറയുന്നത് നമുക്ക് കേൾക്കാം. ഉണ്ടായ ഇമോഷണൽ രംഗത്തേക്കാൾ കൂടുതൽ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടായിരിക്കും. ഓ, തീർച്ചയായും. അപ്പം നമ്മൾ പറയും ജീവിതത്തിന് എല്ലാ തരം വേണം, അപ്സ് ആൻഡ് ഡൗൺസ് വേണം, നമുക്ക് എല്ലാ തരം സുഖ ദുഃഖങ്ങളൊക്കെ വരണം, സന്തോഷം മാത്രമാണ് ജീവിതം എന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. മഞ്ജു ചേച്ചിയുടെ ഒരു POV എങ്ങനെയാ ജീവിതം എല്ലാം കൂടി വരുന്നതാണോ? ജീവിതമായിട്ട് വിളിക്കാൻ എല്ലാം കൂടിയൊക്കെ വരും, പക്ഷെ ഇത്രയും അപ്പ് ആൻഡ് ഡൗൺസ് വേണ്ട അല്ലേ? വല്ലാത്ത ഇറക്കമാണ്. അവിടെ നിന്ന് പോരാനായിട്ട് എന്താണെന്നറിയാമോ? ഇത്ര ഇറക്കം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോപ്പ് നഷ്ടപ്പെട്ടു പോകും. ഏതെങ്കിലും പോയിന്റിൽ ഗിവ് അപ്പ് ചെയ്തിട്ടുണ്ടോ? എത്ര വട്ടം അയ്യോ, എനിക്കത് ആലോചിക്കാൻ പോലും ഇഷ്ടമല്ല. അത് ശരിക്കും ഇപ്പൊ കിട്ടുന്ന നമ്മുടെ പ്രൊഫഷനിൽ നിന്ന്, നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടുന്നതാണോ, അതല്ലെങ്കിൽ റിയൽ ലൈഫിൽ? ഇൻഡസ്ട്രിയിലൊന്നും എനിക്ക് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ലേ. ഇൻഡസ്ട്രിയിലൊക്കെ അതാ ഞാൻ പറയാം, ഭാഗ്യമുള്ള ആളാണെന്ന്. എനിക്ക് ഇഷ്ടപ്പെട്ട സ്പേസിൽ നിന്ന് എനിക്ക് തോന്നുന്ന മാസത്തിൽ 4-5 ദിവസമാണ് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നത്. അത്രയും ദിവസം ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ കാരുണ്യം. അയ്യോ, അതൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. പക്ഷേ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ എനിക്ക് അതായത് ഓർക്കാൻ ഇഷ്ടമല്ല, അത് ഓർക്കാതെ മറന്നുപോയ സാധനങ്ങളൊക്കെ ഉണ്ട്. നല്ലതാ ചേച്ചി, ഇനി അത് ഓർക്കണ്ട, മറന്നു കളയുക. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഇല്ലേ? ഈ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങൾക്കും കാണും. ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും ഓർക്കാൻ താല്പര്യമില്ലാത്ത ഒരുപാട് ഇൻസിഡൻസ്. പക്ഷെ നമ്മളിത് ഓർക്കരുത് എന്ന് ഞാനിവിടെ നിങ്ങളോട് പറഞ്ഞാലും, അല്ലെങ്കിൽ നിങ്ങൾ എന്നോടോ അല്ലെങ്കിൽ നമ്മൾ ചേച്ചിയോട് പറഞ്ഞാലും നമ്മൾ ഓർക്കും. എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ മനുഷ്യന്മാരാണ് അല്ലേ? നമ്മൾ ഓർക്കും. പക്ഷേ അന്ന് ഓർത്ത് സങ്കടപ്പെട്ടിരുന്ന അത്രയും സങ്കടം ഒരിക്കലും നമ്മൾ ഇന്നത് ഓർക്കുമ്പോൾ നമുക്ക് വരത്തില്ല. അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ നമ്മൾ എത്തണം. ഇന്ന് ചേച്ചിക്ക് ഇത് കൂളായിട്ടിരുന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ചേച്ചി അന്ന് അനുഭവിച്ച കാര്യങ്ങൾ ഇന്ന് സുഖമായിട്ട് ചേച്ചിക്ക് പറഞ്ഞു പോകും. പക്ഷെ അന്ന് അവർ അനുഭവിച്ചതോ, ആ വേദനയോ കൂടെ എന്നും ഉണ്ടാകുമെന്ന് കരുതി ചെന്നു ഒരുത്തൻ്റെ അടുക്കലേക്ക്. കല്യാണം കഴിച്ച രാത്രി തന്നെ ആ ചേച്ചി കൊണ്ടുവന്നതെല്ലാം അവൻ കൊണ്ടുപോയി. എന്നാൽ അവിടെ തീർന്നോ? ഇല്ല. വീണ്ടും നരകയാതന, കിടന്നുറങ്ങാൻ പോലും പറ്റുന്നില്ല. കടക്കാർ. എന്നാൽ ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ അവനുണ്ടോ? ഇല്ല. അവൻ ഓടി. എന്തിനിങ്ങനെയുള്ളവന്മാർ? എന്തിന്? എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. എന്തിനാ കെട്ടുന്നത്? കെട്ടിയാലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നൊന്നും ഇല്ല. കെട്ടണ്ട, ഒറ്റയ്ക്കങ്ങ് ജീവിക്കുക. വരുന്നൊരാളെ അയ്യോ. അപ്പോൾ എല്ലാവരും പറയും. കഴിഞ്ഞ ദിവസം ഞാൻ വനിതാ ദിനത്തിൽ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ ഒരാൾ നിന്നിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇവർ അത്ര ഈസിയൊന്നുമല്ല. ഒരു ഘട്ടത്തിനെ ഇവർ പറയും, രാവിലെ എഴുന്നേറ്റ് നിന്ന് കണ്ണാടിയിൽ നോക്കിയിട്ട് പറ, നീ സൂപ്പറാണ്, നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഓ മോളെ ലവ് യു, ബെസ്റ്റ് എന്നൊക്കെ പറ. ഇത് പറയാനേ പറ്റുള്ളൂ. ഇത് എൻ്റെ പൊന്നെ, പിറ്റേ ദിവസം വാടക കൊടുക്കാൻ പൈസ ഇല്ലാത്ത ഒരാൾക്ക് കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് യു ആർ ദ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുമോ? എന്നിട്ട് പറയണം നമ്മൾ വാടകക്കാരൻ്റെ മുഖം ഓർമ്മ വരും. അത് കഴിഞ്ഞിട്ട് പറയാണ്, ഒരു പെൻസില് ഷാർപ്പൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ പാവപ്പെട്ട അമ്മമാരൊക്കെ എന്ന് പറയാണ്, നന്നായിട്ട് എഴുതാൻ പറ്റും. ഇതുപോലെയാണ് നിങ്ങൾ. ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളെ ഷാർപ്പൺ ചെയ്യണം. ഒരു മരത്തടീനെ ഷാർപ്പൺ ചെയ്യുന്ന പോലെയാണോ മനസ്സും വിവേകവും ചിന്തയും വേദനയുള്ള ശരീരത്തിന് ഷാർപ്പൺ ചെയ്യുന്നത്? അപ്പോൾ അത്തരം പൊള്ള വാക്കുകളിൽ ഒരു പ്രസക്തിയില്ല. ഈ നമ്മൾ ഇതിനകത്ത് പോകുമ്പോൾ
ഇൻസ്റ്റാ റീലിൽ പോകുമ്പോൾ ഇങ്ങനെ മനുഷ്യനെ പറ്റിക്കുന്ന കുറേ മനുഷ്യരെ അവിടെ കാണാറുണ്ട്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ട് ശുദ്ധ മണ്ടത്തരം പറയുന്നത്. ഇതൊന്നും ജീവിതത്തിൽ ആപ്ലിക്കബിൾ അല്ല. ജീവിതത്തിൽ അങ്ങനെയുള്ള ഘട്ടത്തിൽ കൂടെ നിൽക്കാൻ ഒരു സുഹൃത്ത്, 2 മനുഷ്യരൊക്കെ വേണം. ചേച്ചി പറഞ്ഞതിനോട് 151% ഞാൻ യോജിക്കുന്നു. നിങ്ങളോ? താഴെ പറയണേ പ്ലീസ്, നിങ്ങൾ പറയണം. ചേച്ചി പറയുന്ന ഈ ഒരു കാര്യത്തോട് യോജിക്കാൻ പറ്റുന്ന ആളുകൾ വീഡിയോക്ക് ഒരു ലൈക്ക് താ. സീരിയസ്ലി, അത് വേറൊന്നും കൊണ്ടല്ല, നമ്മളെല്ലാവരും കാണുന്നതാണ്. ഇൻസ്റ്റഗ്രാമിലൊക്കെ പല ആളുകൾ മോട്ടിവേഷൻ തരുന്നത്. ഈ മോട്ടിവേഷൻ തരുന്ന ആളുകളായിരിക്കും സത്യം പറഞ്ഞ ജീവിതത്തിൽ അത്രയും വേസ്റ്റ് ആയിട്ടുള്ള പ്രശ്നം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ. പിടികിട്ടിയോ? അത്രയും വേസ്റ്റ് ആയിട്ടുള്ള, അവർക്കിത് പറയാനേ പറ്റുള്ളൂ. അവരുടെ സ്വന്തം ജീവിതത്തിൽ ഇത് കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇല്ല, ഞാൻ ഉൾപ്പെടെ എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് കഥ പറയാം, സ്റ്റോറി വഴി, ഇൻസ്റ്റഗ്രാം സ്റ്റോറി വഴി പലതും ഷെയർ ചെയ്യാം. പക്ഷെ സ്വന്തം ജീവിതം വരുമ്പോൾ അതങ്ങനെയാണ്. നമ്മൾ മനുഷ്യന്മാരങ്ങനെയാണ്. നമുക്ക് അപ്പുറത്തിരിക്കുന്ന ഒരുത്തൻ്റെ വിഷമം കേട്ട് അവനെ ഉപദേശിക്കാൻ പറ്റും. ഈ സെയിം സാധനം നമുക്ക് വന്നാൽ നമുക്കത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? പറ്റുന്നവർ കാണും, പറ്റുന്നവർ കാണും. പക്ഷെ എല്ലാവർക്കും അത് പറ്റണമെന്നില്ല, ഇല്ലേ? ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. എനിക്കത് പറ്റാറില്ല. എനിക്കൊരാളുടെ പ്രശ്നം കേട്ട് അയാളോട് ഉപദേശം കൊടുക്കാൻ എനിക്ക് പറ്റും. സ്വന്തം കാര്യമാകുമ്പോൾ നിന്ന് ഞാൻ വിറയ്ക്കും, സത്യം. ബാക്കി ഹസ്ബൻഡ് ഉള്ളത് കൊണ്ടല്ലേ അങ്ങനെ ഒരു റിയാലിറ്റി ഷോയിൽ വരാൻ പറ്റിയത് എന്നുള്ളതൊക്കെ സത്യമാണ് കേട്ടോ. പുള്ളി ഉണ്ടായിരുന്നതുകൊണ്ടാണ് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയത്, ഒക്കെ ശരിയാണ്. പക്ഷേ അതിനുശേഷം നമുക്ക് ഇവിടെ നിലനിൽക്കണമെങ്കിൽ കഴിവ് വേണമല്ലോ. തീർച്ചയായും നമുക്ക് അഭിനയിക്കാൻ സാധിക്കണ്ടേ? അല്ലാതെ ഒരാളെ കണ്ടിട്ട് എന്നെ വിളിക്കണമെന്ന് ഇല്ലല്ലോ. എന്നെ വിളിച്ചാൽ അഭിനയിക്കും എന്നുള്ളവരല്ലേ എന്നെ അതിലേക്ക് തിരഞ്ഞെടുക്കുകയുള്ളൂ. അപ്പോൾ വഴി തുറന്നു തന്നത് ഇതേപോലെ അദ്ദേഹവും കൂടി ആയിരിക്കാം. എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ, പുള്ളി സമ്മതിച്ചത് കൊണ്ടല്ലേ വർക്കിനൊക്കെ പോകാൻ സാധിച്ചത്. അപ്പോൾ പുള്ളീനെ ഒരിടത്ത് മെൻഷൻ ചെയ്യുന്നില്ലല്ലോ എന്ന് പറയാറുണ്ട്. ഓഫ് കോഴ്സ് പുള്ളി സമ്മതിച്ചുകൊണ്ടാണ്. പക്ഷെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, സമ്മതിച്ചില്ല എങ്കിൽ വേറെ എന്ത് വഴി? ഇപ്പോൾ രമ്യയോട് ഞാൻ പറയുന്നു, രമ്യ പോവണ്ട, ഈ വർക്കിന് പോകണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ രമ്യക്ക് ജീവിക്കാനുള്ള മറ്റൊരു വഴി തുറന്നു കാണിക്കണം, അല്ലെങ്കിൽ ഞാൻ തരണം. അതെ അല്ലേ? അതല്ലാത്ത പക്ഷം എനിക്കത് പറയാനുള്ള അധികാരമില്ല. അപ്പം അത് എല്ലാവരുടെയും നീഡായിരുന്നു. ഞാൻ വർക്കിന് പോവുക എന്നുള്ളത് എൻ്റെ ഫാമിലിയുടെ നീഡായിരുന്നു. അത് ഒരാളോട് ചെയ്ത ഔദാര്യമൊന്നും ആയിരുന്നില്ല. ഒരിക്കലും ഒരു ഔദാര്യമല്ല. ചേച്ചിയുടെ ഫാമിലിയുടെ, പ്രത്യേകിച്ച് ചേച്ചിയെ കെട്ടിയ ആ സുന്ദര കില്ലാടിയുടെ ഏറ്റവും വലിയ നീഡായിരുന്നു. ചേച്ചിക്ക് എങ്ങനെയെങ്കിലും ഒരുപാട് ചാൻസസ് കിട്ടണമെന്നുള്ളത്. കാരണം എന്നാലേ കഞ്ഞി കുടിക്കാൻ പറ്റുള്ളൂ, കടങ്ങൾ തീർക്കാൻ പറ്റുള്ളൂ, അല്ലേ? അല്ലാതെ അവനെക്കൊണ്ട് ഒന്നും പറ്റത്തില്ലായിരുന്നു. പാവം ഒരുപാട് കഷ്ടപ്പെട്ട് ആ കടങ്ങൾ തീർത്തു. ഈ അടുത്ത കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് സ്വന്തമായിട്ട് ചേച്ചിയുടെ മാത്രം കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ട് ചേച്ചി ഒരു വീട് വെച്ചു. ഇതിനകത്തൊന്നും ഭർത്താവ് എന്ന് പറഞ്ഞ് ഇപ്പോഴും ഡിവോഴ്സ് നടന്നിട്ടില്ല, ഡിവോഴ്സ് ഒന്നും ചെയ്തിട്ടില്ല രണ്ടുപേരും. പക്ഷെ ഒന്നിച്ചൊന്നുമല്ല. എന്നാൽ ആ വീട്ടിൽ ഒരു തുള്ളി പൈസ പോലും അവൻ ഇട്ടിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. എല്ലാ ആ ചേച്ചിയുടെ കഷ്ടപ്പാട്. മനസ്സിലായോ? ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവർക്കൊരു സല്യൂട്ട് കൊടുക്കാൻ തോന്നും. സീരിയസ്ലി, ഇങ്ങനെയുള്ള സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട്. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ പല മോശം പരിപാടികൾ ചെയ്യുന്ന സ്ത്രീകളെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അല്ല, നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള സ്ത്രീകളും ഉണ്ടേ. ഈ ചേച്ചിയുടെ ഭർത്താവിൻ സുനിച്ചൻ, ഇവനെ പോലുള്ള കുറച്ച് ഇച്ഛന്മാരും ഉണ്ട്, മ്ലേച്ഛന്മാർ, അങ്ങനെയുള്ളവന്മാരും ഉണ്ട്. പിടികിട്ടിയോ? ഓടിക്കളയും. ദുബായിൽ 6-7 വർഷമായിട്ട് ഇനി അവൻ്റെ തുടങ്ങാൻ പോവുക. അവൻ വന്നിട്ടടാ നിനക്കൊക്കെ എങ്ങനെ വന്നിരുന്നു ഇൻ്റർവ്യൂവിൽ കയറിയിരുന്ന് കഥ പറയാൻ പറ്റുന്നു. നമുക്കിനി അവൻ്റെ ചേട്ടായിയുടെ കുറച്ച് കഥകൾ കേൾക്കാം, എന്നിട്ട് ബാക്കി. എവിടെയായിരുന്നു ഇത്രയും നാൾ? ആക്ച്വലി ഞാൻ ദുബായിലായിരുന്നു. ഞാൻ എക്കോസ് എന്ന് പറഞ്ഞൊരു ഒരു ടീമുണ്ട് എനിക്ക്. അപ്പോൾ അത് ഞാൻ 2016 സ്റ്റാർട്ട് ചെയ്ത ശേഷം ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ പ്രളയം വന്നു. അപ്പം നമ്മൾ പുതിയതായിട്ട് ഓർക്കസ്ട്ര സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ. അപ്പം നമുക്കൊക്കെ പ്രോഗ്രാം കുറഞ്ഞ സമയത്ത് ദുബായിൽ ഷാർജയിലുള്ള നമ്മുടെ ഒരു കസിനും ഫ്രണ്ടുമായ ജസ്റ്റിൻ ഇങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടി എന്നെ വിളിക്കുന്നു. അങ്ങനെ ഞാനൊരു വിസിറ്റ് മിസ്സൊക്കെ ഞാനിങ്ങനെ കയറി പോയതാണ്. നാട്ടിലായിരുന്നു എക്കോസ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്? നാട്ടിലായിരുന്നു. നാട്ടിൽ 2016 ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഓണത്തിന് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഒരു പ്രളയമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പം നമുക്ക് പ്രോഗ്രാം ഉള്ളതായി. അപ്പം മെയിൻ ആയിട്ടുള്ള ഓർക്കസ്ട്രക്കാർക്കൊക്കെ പരിപാടിയായപ്പം ഞാനാകെ
ടെൻഷനായിപ്പോയി. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അപ്പോൾ ഇങ്ങനെ ഒരു ഓഫർ അവിടെ നിന്ന് വന്നത്. അപ്പോൾ അവിടെ ഏതോ കമ്പോസറുകാരൻ എൻ്റെ ഇല്ല, അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ 1-2 പരിപാടിക്ക് വായിക്കാൻ വേണ്ടി എന്നെ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോയതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ വലിയ കുഴപ്പമില്ലെന്ന് തോന്നി. നമുക്കറിയാവുന്ന കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, സാൻഡി, ബിന്നിൽ. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ അങ്ങനെ നിന്ന്. അങ്ങനെയാണോ ദുബായിക്ക് പോകുന്നത്? അങ്ങനെ പോകുന്നത്. അപ്പോൾ അങ്ങനെ പോയി അവിടെ പോയി നിന്ന് ഒരു 3 മാസം വന്ന് 3 മാസം വിസിറ്റ് മിസ്സായി. അപ്പോൾ അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പം അത്യാവശ്യം നമുക്ക് പരിപാടിയൊക്കെ ആയി. അപ്പോൾ അവിടെ നല്ലൊരു കളവായി. ഇപ്പം നല്ല ഈവൻറ്റിൻ്റെ പരിപാടിക്കൊക്കെ നമ്മൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെ നിന്നുപോയി. അവിടെ എന്തായിരുന്നു ജോലി? ഇത് തന്നെയായിരുന്നു മ്യൂസിക് ഫീൽഡ്, കമ്പോസർ വായിക്കുന്നത്. ഞാൻ റിതം പാഡ് വായിക്കുന്നുണ്ട്, റിതം പ്രോഗ്രാമറാണ്. അങ്ങനെ അവിടെ അങ്ങനെ നിന്നു. അപ്പോൾ നാട്ടിൽ വെച്ച് സ്വന്തമായിട്ട് ഒരെണ്ണം തുടങ്ങി, 2 വർഷത്തോളം അത് നടത്തി. വെള്ളപ്പൊക്കം വന്നപ്പോൾ എല്ലാം കൂടെ പോയെന്നാണ് പറയുന്നത്. വർക്കില്ലാതെയായി. എന്താ 6-7 മാസം ഉണ്ടായിരുന്നു ഇവിടെ വെള്ളപ്പൊക്കം. പോട്ടെ, ഇവിടുന്ന് ദുബായിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് ഈ സ്ഥാപനം ഇവിടെ അത്ര വലിയ വർക്കൊക്കെ ഉണ്ടായിരുന്നതാണെങ്കിൽ അവിടെയും ചെന്ന് ഈ സ്ഥാപനം അങ്ങോട്ട് ഫ്ലറിഷ് ചെയ്യിക്കാൻ മേലായിരുന്നോ? അത്യാവശ്യം ഇവിടെ പരിപാടിയൊക്കെ 2 വർഷം നടത്തി നല്ല പൈസ ഉണ്ടായിരുന്നെങ്കിൽ ആ പൈസയൊക്കെ വെച്ച് അവിടെ പോയി ചെയ്യാമായിരുന്നല്ലോ. എന്തേ? അവിടെ ചെന്നിട്ട് വേറെ ഏതിൻ്റെയൊക്കെയോ ബാൻഡിൻ്റെ കൂടെ ഇങ്ങനെ വായിച്ച് നടന്നുകൊണ്ടിരുന്നു. കുറേ കാലത്തിന് ശേഷം ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ട്. ഇനി വീണ്ടും തുടങ്ങാൻ പോകാമെന്ന്. എന്ത് തുടങ്ങാൻ? ഇനി അടുത്ത എന്തെങ്കിലും ഒരു പ്രശ്നം ഇവിടെ വരികയാണെങ്കിൽ ഉടനെ വീണ്ടും താനിത് പൂട്ടിയിട്ട് വീണ്ടും കയറി പോകുമല്ലോ. തന്നെ കൊണ്ടൊക്കെ പറ്റുമോ ചേട്ടാ ഒരെണ്ണം സ്വന്തമായിട്ട് നടത്തി മുന്നോട്ട് പോകാൻ? പറ്റുമോ? അല്ല, ദുബായിലായിരുന്നല്ലോ ഇത്രയും കാലം. സ്വന്തം ഭാര്യയും മകനെയും കാണണം, അങ്ങനത്തെ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കൊടുക്കണം, ഇങ്ങനത്തെ എന്തെങ്കിലും ഒരിത് താങ്കൾക്കുണ്ടായിരുന്നോ? അങ്ങനെ നിന്ന് അപ്പോൾ അങ്ങനെ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കിപ്പം ഇങ്ങനെ പെട്ടെന്നൊരു ബ്ലോക്ക് വന്നു. ഒരു ഹാർട്ടിൻ്റെ ഒരു 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ തിരിച്ചു പോന്നു, നാട്ടിൽ വന്നു. ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 1.5 വർഷത്തോളമായി. അപ്പോൾ വീണ്ടും നമ്മൾ എക്കോസ് ഒന്ന് പുതുക്കി തീരുമാനിച്ചു. വേറൊരു കുപ്പിലോട്ട് ഒഴിച്ച് നമ്മൾ പുതിയൊരു രീതിയിൽ അങ്ങ് ഇറക്കി. അപ്പൊ എത്ര നാളുണ്ടായിരുന്നു ദുബായില്? ദുബായിൽ ഞാനൊരു 5-7 കൊല്ലത്തോളം ഉണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് ഈ ബ്ലോക്ക് വന്നപ്പോഴാണ് നാട്ടിലേക്ക് വന്നത്. വർഷത്തിൽ അവിടേക്ക് വരുമായിരുന്നു നാട്ടിൽ. അപ്പോഴൊക്കെ എൻ്റെ ഒരു മനസ്സിൽ ഇതാണ്, നമ്മുടെ ഒരു ഇങ്ങനെ എക്കോസ് തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. നാട്ടിൽ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നൊക്കെ ആഗ്രഹിച്ച് നിന്ന സമയത്തൊക്കെയാണ്. പിന്നെ അങ്ങനെ ഒരു പ്രോഗ്രാം പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ പെട്ടെന്നൊരു ഭയങ്കര പെയിനൊക്കെ വന്ന് അങ്ങനെ അവിടെ നിന്ന്. അപ്പം ഞാൻ ഡോക്ടറെ പോയി കണ്ടു, സംസാരിച്ച്. അപ്പം ബ്ലോക്കാണ്. അപ്പം പിന്നെ ഞാൻ തിരിച്ച് നാട്ടിലോട്ട് വന്നു. ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ് ഞാൻ ആക്ച്വലി. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ജയപ്രാശ് ഡോക്ടറെ കാണിക്കുന്നത്. അപ്പം ഇനി തിരിച്ച് ദുബായിക്ക് പോകണില്ലാന്ന് തീരുമാനിച്ചോ? ഉടനെ പോകാനുള്ളൊരു മൂഡിലല്ല ഇപ്പം. കാര്യം നമ്മുടെ ഹെൽത്തൊക്കെ പ്രശ്നമാവുമല്ലോ. നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പം ബാച്ചിലായിട്ടുള്ള ജീവിതമൊക്കെ ആകുമ്പം നമ്മൾ ഇതിൻ്റെ കറക്റ്റ് മരുന്നൊക്കെ കഴിച്ച് കറക്റ്റ് പോകണം. ആർക്കും ചോദിക്കാനുള്ളൊരു ചോദ്യം അതായിരുന്നു, എന്താണ് നിങ്ങൾ വേർപിരിഞ്ഞോ? ഇല്ല, ഞങ്ങൾ ഇതുവരെ ഡൈവോഴ്സ് ആയിട്ടില്ല. ലീഗലി ഡിവോഴ്സ് ആയിട്ടില്ല. ഇല്ല. എന്തിനാ ചേട്ടാ ചിരിക്കുന്നേ? ഡിവോഴ്സ് ആയോന്ന് ചോദിക്കുമ്പോ താനെന്തിനാണോ ഇരുന്നു ചിരിക്കാനുള്ള കാര്യം വല്ലതും ആണോ അവിടെ ചോദിച്ചത്? അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്കൊരു തമാശയായിട്ടാണോ തോന്നുന്നത്? എനിക്ക് തോന്നുന്നു ആ ചേച്ചി രക്ഷപ്പെട്ടെന്നാ കേട്ടോ. ഡിവോഴ്സിനെ പറ്റി ചോദിക്കുമ്പോഴൊക്കെ ഇരുന്ന് ചിരിക്കുക. വേറൊന്നും പറയാനില്ലേ? വയ്യാതെ ബ്ലോക്ക് ഒന്നും വരാതിരിക്കട്ടെ. ഇത് വന്നപ്പോഴാണോ നാട്ടുകാരെയൊക്കെ ഓർമ്മ വന്നത്? അപ്പോഴാണോ തിരിച്ചിങ്ങി വരാമെന്ന് വിചാരിച്ചത്? അല്ല, ഇവിടെ വന്നാലും ഭാര്യയും കുട്ടിയൊന്നും കൂടെ ഇല്ലാതെ ഇപ്പോഴും ഒരു ബാച്ചിലർ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ കുടുംബത്തിലാരെങ്കിലും കാണും, അമ്മയോ അച്ഛനോ നോക്കാൻ. എന്നാലും സ്റ്റിൽ ബാച്ചിലർ ലൈഫ് തന്നെയല്ലേ? തിരിച്ചിനി അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റത്തില്ലായിരിക്കും അല്ലേ? നല്ല ആട്ട് കിട്ടും, അല്ല ആട്ടണം. അല്ലാതെ ഇനിയും വയ്യ പാവം കെട്ടിയോൻ കൂടെ പിടിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ഉള്ളതും കൂടെ അടിച്ചുകൊണ്ട് ചിലപ്പോൾ പോവും. വീണ്ടും ദുബായിക്ക് പോവും. എക്കോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ വീണ്ടും ദുബായിക്ക് പോകുന്നു. ഇവിടെ ഭാര്യയുടെയും കുട്ടിയുടെയും കൂടെ എപ്പോഴും നിൽക്കണമെന്നല്ല, അവരെ നോക്കാൻ പറ്റുമെങ്കിൽ മാത്രം പരിപാടിയും കൊണ്ടൊക്കെ ഇറങ്ങിയാൽ മതി. ഇല്ലെങ്കിൽ ചെയ്യാതിരിക്കുക, അതായിരിക്കും നല്ലത്. പിടികിട്ടിയോ? ചെറിയ ജോലിയായിരിക്കും, ചെറുത്, കിട്ടുന്നതിൻ്റെ ഒരു പങ്ക് അവർക്കും കൂടെ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ മാത്രം പോയാൽ മതി ഈ ഒരു പരിപാടിക്ക്. ഇല്ലെങ്കിൽ ഇറങ്ങാതിരിക്കുക, അതല്ലേ നല്ലത്. ആക്കീസ് എന്ന് പറഞ്ഞ ചാനൽ മഞ്ജുവും സിമിയും കൂടെ തുടങ്ങിയ ചാനൽ. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാനുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ പുറത്തു പോകുന്നത്, ദുബായിക്ക് പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ചേട്ടാ, പിന്നെ ചേട്ടൻ്റെ ലൈഫിൽ ഇപ്പം ഇത്രയും ജീവിതാനുഭവങ്ങളുടെ ഇടയിൽ പഠിച്ചൊരു പാഠം എന്തായിരിക്കും? ലൈഫിൽ നിന്ന് പഠിച്ചൊരു പാഠം? അതെല്ലാവരും പറയുന്നതല്ലേ. ഇപ്പം നമ്മളെല്ലാവരും പറയുന്ന പാഠം തന്നെ, ആരെയും വിശ്വസിക്കരുതെന്ന് എല്ലാവരും പറയുന്നൊരു പാഠമല്ലേ.
ഞാനായിട്ട് ഇനി അതെന്നെ മുടക്കാന്ന്. അതന്നെയാണോ? അതല്ല, എന്ത് പാടാ ഞാൻ പറയുന്നത്. അതിന് മാത്രം പറയാൻ മാത്രമുള്ളൊരു സംഭവമൊന്നും എനിക്കില്ല. ഈ ശരിക്കും സത്യമുള്ള കാര്യമാണോ ആരെയും വിശ്വസിക്കരുത്, അമിതമായി ആരെയും വിശ്വസിക്കരുത് എന്നുള്ളത്? ചേട്ടൻ അത് ലൈഫിൽ എത്രത്തോളം ഇതായിട്ടുണ്ട്? വിശ്വസിക്കുന്ന കാര്യത്തിലൊന്നും അല്ലെന്നേ. നമ്മൾ ഒരാളെ വിശ്വസിക്കുന്നു, അവർ നമ്മളെ വിശ്വസിക്കുന്നത് നമുക്ക് വിശ്വാസമാകണം. അതാണല്ലോ മെയിൻ. അതെ അതെ. ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നുണ്ട്, അപ്പൊ ഞാൻ വിശ്വസിക്കുന്ന ഓക്കെയാണ്. തിരിച്ചും ആ ഒരു അത് ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്നും അറിയണ്ടേ, അത്രേ ഉള്ളൂ. അല്ലാതെ അതായത് താൻ ഒരാളെ വിശ്വസിക്കും, അയാൾ തന്നെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് തനിക്ക് പിന്നെയും വിശ്വാസമാവണം, അല്ലേ? ആ സെറ്റപ്പ് അല്ലേ? നല്ലതാ. പക്ഷെ തന്നെ എങ്ങനെ, ഞങ്ങൾ വിശ്വസിക്കുന്നത് പോട്ടെ, ആ ചേച്ചീനി എങ്ങനെ വിശ്വസിക്കും? കല്യാണം കഴിഞ്ഞ് വീട്ടിലോട്ട് വന്ന് കയറി അന്ന് തന്നെ താൻ അവരുടെ സ്വർണം കൊണ്ടുപോയി. തൻ്റെ ഭാഗത്തുനിന്ന് കല്യാണം നടത്താൻ എടുത്ത എഫേർട്ട്, അതിനുള്ള എല്ലാ പേയ്മെൻറ്റ്സും താൻ, അതായത് ഈ പന്തൽ പരിപാടി, സദ്യ കൊടുത്ത് ഇതിൻ്റെയൊക്കെ പൈസ അവർ കൊണ്ടുവന്ന സ്വർണ്ണത്തിൽ നിന്ന് താൻ എടുത്താൻ കൊടുത്തു. ഈ തന്നെ എന്തിനവർ വിശ്വസിക്കണം? ഈ തന്നെ ആരെങ്കിലും തൻ്റെ ആളുകൾ ഇവിടെ പറ്റിവയപ്പെടുന്നത് ഇന്ന് സർവ്വസാധാരണമാണ്. ആരെ എങ്ങനെ നമുക്ക് വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല. പറ്റീര് മാത്രം ഇന്നത്തെ കാലത്തുള്ളത്, പല രീതിയിൽ. ഇത് പറയുന്ന താൻ എത്ര ഗംഭീരമായിട്ടാണ് പറ്റിക്കുന്നത്? അല്ല നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ആ ചേച്ചി സമാധാനമായിട്ട് ജീവിക്കട്ടെ. പൊന്നു കൂട്ടുകാരെ, നീയൊന്നും പോയി ഇനി അവരുടെ ലൈഫിൽ കയറണ്ട. അത്യാവശ്യം സ്വന്തമായിട്ടൊരു വീടൊക്കെ വെച്ച് മോനെയൊക്കെ നോക്കി ഹാപ്പി ആയിട്ട് അവർ പോവുക. അങ്ങനെ അങ്ങ് പോട്ടെ. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.